ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ലൈഫ് മൈ വേ ബൈ രാജി. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിവിടുത്തെ പള്ളിയിൽ, അതായത് ബാംഗ്ലൂരിലുള്ള നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന പള്ളി സെൻറ് തോമസ് ഓർത്തഡോക്സ് മഹാ ഇടവക ബാംഗ്ലൂർ ഈസ്റ്റിലുള്ള പള്ളിയാണ് കേട്ടോ. ഇവിടുത്തെ ഒരുപാട് വീഡിയോസ്, പള്ളിയിൽ വന്നിട്ടുള്ള ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുമണീസിന് ഇവിടെ നമ്മൾ സൺഡേ സ്കൂളിൽ ഈ വർഷം തൊട്ട് ചേർത്തു എന്നൊക്കെ പറഞ്ഞ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇവിടുത്തെ സെൻറ് തോമസ് സൺഡേ സ്കൂളിൻ്റെ ആനുവൽ ഡേ ആയിരുന്നു കേട്ടോ. ഈ ആനുവൽ ഡേയോടനുബന്ധിച്ച് കുഞ്ഞുങ്ങൾ ഒരു മ്യൂസിക്കൽ സ്കിറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അതായത് ഇന്നത്തെ കാലഘട്ടത്തിലെ പേരൻസും കുട്ടികളും ഒക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണിത്. കുഞ്ഞുങ്ങളെ എങ്ങനെ ഇനി ഈ ഒരു കാലഘട്ടത്തിൽ വളർത്തിക്കൊണ്ട് പോകണം, പേരൻസ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു സ്കിറ്റിലൂടെ അവർ ചെയ്യുന്നുണ്ട്. ഇത്തിരി ലെങ്ത് കൂടിയൊരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തേത്. എന്നാലും എനിക്ക് തോന്നി ഇത് നമ്മുടെ ചാനലിലൂടെ കൊണ്ടുവരേണ്ടതാണെന്ന്. അപ്പോൾ ഈ ഒരു സ്കിറ്റ് ടീച്ചേഴ്സിൻ്റെയും കുഞ്ഞുങ്ങളുടെ ഒക്കെ ഒരു എഫേർട്ടാണ്. അവരത് നന്നായി ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതാണ്. ഒരു വീഡിയോ നമുക്ക് ആ ഒരു സ്കിറ്റിലേക്ക് പോകാം. ഈ സ്കിറ്റിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ തികച്ചും സാങ്കല്പികം മാത്രമാണ്. ആയതിനാൽ ജീവിച്ചിരിക്കുന്നതോ മരിച്ചവരോ ആയ വ്യക്തികളുമായി യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുവെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രമാണ്. കൊച്ചുപാറമ്പൽ വീട്ടിലെ എട്ടുചായൻ സാരമിക്കും 2 മക്കളാണ്, റോയും രോഹനും. അവർ രണ്ടും ഒരേ പള്ളിയിലാണ് പോകുന്നത്. എട്ടുചായന്റെ ആദ്യ മകൻ റോയും മരുമകൾ ആലിസും ദൈവവിശ്വാസികളാണ്. അവരുടെ ഏക മകളായ അന്ന റോയും മാതാപിതാക്കളെ പോലെയാണ്. എല്ലാ ഞായറാഴ്ചയും ഒരു മുടക്കവും കൂടാതെ പള്ളിയിൽ പോയി സൺഡേ സ്കൂളൊക്കെ പഠിച്ച് വളരെയധികം ദൈവവചനം ഉൾക്കൊണ്ട് ജീവിക്കുന്ന മകളാണ് അവൾ. എട്ടുചായന്റെ രണ്ടാമത്തെ മകൻ റോഹനും മരുമകൾ യേശുവും അത്ര നല്ല ദൈവവിശ്വാസികളല്ല. അവർ കണ്ട ജെൻസി പേരൻസാണ്. അവർക്കൊരു മകനാണ് റോണൻ. അവന്റെ ആക്റ്റീവ് അതിനേക്കാൾ മേലെയാണ്. അവന് പള്ളിയിൽ എന്തിനാണോ പോകുന്നതെന്നോ ബൈബിൾ വചനം എന്താണെന്നോ വ്യക്തമായിട്ട് അറിയില്ല. അവൻ ഞായറാഴ്ചയെ കണക്ക് കൂട്ടിയിരിക്കുന്ന ഒരു അവധി ദിനം മാത്രമായിട്ടാണ്. മറ്റെല്ലാ ദിവസവും സ്കൂൾ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഞായറാഴ്ച ഒരു റെസ്റ്റ് ഡേ, അത്രമാത്രം. ഞായറാഴ്ച വല്ലപ്പോഴും അവന്റെ പേരൻസ് പറഞ്ഞാൽ അവൻ പള്ളിയിൽ പോകും. അതിനൊറ്റ കാരണം, നമ്മുടെ സഭ 12ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞാലേ കെട്ടാൻ പറ്റത്തുള്ളൂ എന്ന് നിർബന്ധം പറയുന്നത് കൊണ്ടാണ്. എന്നിട്ടും സൺഡേ സ്കൂളിൽ അദ്ദേഹം പതിവായി പോകാറില്ല. ആ സമയം ഫുട്ബോളും ക്രിക്കറ്റും കളിക്കാനാണ് താല്പര്യം. ഇതൊക്കെ കണ്ടിട്ടും അവന്റെ പേരൻസിന് യാതൊരുവിധ കുലുക്കവുമില്ല. അവനായി അവന്റെ പാടായി. ഞായറാഴ്ച പള്ളിയിൽ പോയി അത്രേ ഉള്ളൂ. Scene 1, a Saturday evening. In Roy's house, faith and devotion are at the heart of their family life. Anna is reading her Sunday school book and preparing for the next day. Anumade padichayna? Yes, Amma. I am done revising what the teacher taught last week. കണ്ടോടി ആലിസ്, എന്റെ മോളെ കഴിഞ്ഞാൽ എങ്ങനെയാണോ? അയ്യോ സമയം പ്രാർത്ഥിച്ചതിന് നടന്നു. They gather for prayer, sing a hymn and pray together. Afterwards, Anna prepares her dress for church, irons it and goes to bed early. Meanwhile, in Rohan's house, faith is not a priority. Ronak is playing video games while Rohan and Reshma are busy chatting on their mobile phones. Rohan, it's been 3 Sundays since we have gone to church. Rohan's teacher will call me again saying, "Kandiyalo, evadeyalo." I can't handle this anymore by giving them different excuses. Alright, okay. We'll go this Sunday, but please don't complain anymore. Fine. എനിക്കൊക്കെ പോയാ പള്ളി പോയി. Keep quiet. എനിക്ക് ഫുട്ബോൾ ഉണ്ട്. നാളെ എന്റെ കോച്ച് സ്കിൽസിനൊക്കെ കണ്ടിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. പ്ലസ് ഏഷ്യൻ ചേച്ചി സാലറി റെസ്റ്റ് എടുത്തല്ലേ? അപ്പൊ എനിക്ക് റെസ്റ്റ് വേണം. There are no excuses. You're going tomorrow. And you're attending Sunday school. They all sleep late, uninterested in the next day. Scene 2 at church, and the two families head to church, but their attitudes are vastly different. Roy's family arrives early. Anna joins the Sunday school group, holding the Qurbana from him and actively participating in the church service.
drawing his mind. She truly loves God. Meanwhile, Rohan's family arrives late. Just as the benediction is being given, they stand outside uninterested. At least we showed up. That counts, right? Yes, let's just have breakfast and leave. Yeah. And grown up, you're gonna attend Sunday school like now. ചിക്കൻ കറി ആയിരുന്നു മതി. Please don't sit on that. It's not. ശരി, ഞാൻ കൈമുട്ടാൻ പോട്ടെ. Scene 3, school hall, and the students prepare for their lessons. Anna enters, greets her teacher, and sits attentively. Good morning, ma'am. Good morning, Anna. Ready for class? Yes, ma'am. Where's the rest of the class? Meanwhile, Ronak tries to skip assembly but is forced to sit. He fidgets and whispers to his friends. Ronak, pay attention. ഇത് മതിയോ ടീച്ചറെ? Ronak, next week is your oral exam and the following week is your annual exam. You have to prepare well for it. ടീച്ചറെ, ഈ ഓരോ എക്സാം ഒക്കെ വേണോ? എക്സാമിന്റെ എനിക്ക് നല്ല സ്കിൽസ് ഒക്കെ കണ്ടിട്ട് കോച്ച് വരാൻ പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ വന്ന് ആനുവൽ എക്സാം എഴുതാം. പ്ലസ് ഞാൻ കുർബാന പോലും എടുക്കുന്നില്ല. പിന്നെയാണ് ഞാൻ വന്ന് ഇങ്ങോട്ട് പാട്ട് പാടുന്നത്. I have no words to tell, but one thing to remind. You barely passed your last exam. You have to prepare well for this time. Ronak shrugs uninterested. Scene 4, teacher meeting. First, the headmaster and the priest gather for a meeting. During the discussion, the priest says, എല്ലാ ടീച്ചേഴ്സും വന്നിട്ടുണ്ടല്ലോ. എല്ലാവരും ഇന്നത്തെ ഫുഡൊക്കെ കഴിച്ചു. ഇന്നത്തെ ദോശയും സാമ്പാറും എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു അച്ഛൻ. ഇന്ന് നമ്മൾ എന്തിനാണ് ഡിസ്കഷൻ കൊണ്ട് വന്നത്? അച്ഛോ, ഈ വരാൻ പോകുന്ന ആഴ്ച നമ്മുടെ പിള്ളേരുടെ ആനുവൽ പരീക്ഷ, അതായത് നമുക്ക് OVBS പിന്നെ സൺഡേ സ്കൂൾ ഡേ ഒക്കെ വരുമല്ലേ, അപ്പൊ അതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നാ. അവര് നമ്മുടെ പിള്ളേരല്ലേ, അവരെ എല്ലാവരെയും പാസ്സാക്കി വിട്ട് ആരെയും ഫെയിലാക്കിയോ അവരുടെ മാർക്ക് കുറച്ചോ ആരെയും വിഷമിപ്പിക്കില്ല, എല്ലാവരെയും പാസ്സാക്കി വിട്ട്. അച്ഛോ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ അച്ഛോ? ചില പിള്ളേരാണെങ്കിൽ കുർബാനയ്ക്ക് ശേഷമാണ് കയറി വരുന്നത്, ചിലവരാണെങ്കിൽ പള്ളിയിൽ വരാതെ പോകുന്നില്ല. ഇവരൊക്കെ എങ്ങനെയാ പാസ്സാക്കി വിടുന്നത്? ഇവർക്കൊക്കെ സൺഡേ സ്കൂളും പിന്നെ കുർബാനയെ കുറിച്ച് അറിയണ്ടേ? അപ്പോൾ അച്ഛൻ ഇതിനെ കുറിച്ച് കുർബാനയ്ക്ക് ശേഷം അനൗൺസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് പള്ളിയിൽ വെച്ച് അനൗൺസ് ചെയ്യുന്നേ. നമുക്ക് നോക്കാം. the meeting concludes after extensive discussion. In fact, the next Sunday, Anna does well in her oral exam, but Ronak chooses a different path. Anna attends her oral exam and scores full marks. Ronak skips Sunday school and goes to play football instead. During the game, he fractures his leg. Oh no! What happened? No need to worry. Ronak has a small muscle tear and will need 2 to 3 weeks of rest. Oh, it's nothing serious. Nothing to worry. But doctor, we both work. How will we manage? You need to manage. I need to go for my next OP. We are too busy, right? We keep a maid. That would be too expensive. Your parents are free at home, right? Anyway, we are providing for them. Yeah, we will send them to Akchamchi. Ronak, we'll take you to Akchamchi. Scene in a child's house. At his grandparents' home, Reshma and Rohan leave Ronak at the doorstep. They do not enter the house and remain standing at the door. Ronak had a small injury, nothing to worry. Me and Reshma are a little busy, we have to go. Rohan, come, let's go. Itachayan nods his head. Sarava feels upset that her son and daughter-in-law are concerned about their only child Ronak and are leaving him with his grandparents at this situation when he needs them the most. See, Roy and family visit Itachayan's house. Roy's family come to see Ronak after hearing the news. They decide to stay there and attend church from Itachayan's house. Anna is happy to share the prizes she won and show Sarama her dance practice for OVBS. Roy,
realization and feels sad. He starts crying, thinking about how happy Anna is and how everyone likes her. Little child hears Ronald crying and enters the room. എന്ത് പറ്റിയടാ നീ ഇതിനെ കരയണേ? Apcha, does anyone like me? Does God even like me? Am I a bad child? അതെന്താ നീ അങ്ങനെ ചോദിക്കണേ? അപ്പച്ച, ഞാൻ ഒരു സത്യം പറഞ്ഞ അപ്പച്ചൻ എന്നെ വഴക്ക് പറയും. എന്തുവാ അത്? ഞാൻ സത്യം പറഞ്ഞ ഫുട്ബോൾ കളിച്ചിട്ടല്ല എൻ്റെ കാല് പൊട്ടിയത്. പിന്നെ ഞാൻ ഇങ്ങോട്ട് വീട്ടിൽ പറഞ്ഞ ഫുട്ബോൾ എന്നാണ്. പക്ഷെ ഞാനും എൻ്റെ ഫ്രണ്ട്സും ഓവറായിട്ട് ഗ്രൗണ്ടിൽ ഡ്രഗ്സ് അടിച്ചിട്ട് ഞങ്ങൾ ഓടിയപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞ് എൻ്റെ കാല് പൊട്ടിയത്. നിനക്ക് ബൈബിളിനെ കുറിച്ച് അറിയാമോ? ഇല്ല അപ്പച്ച. ഡോക്ടർ മുറിയനായ പുത്രൻ എത്രമാത്രം തെറ്റ് ചെയ്തിട്ടും തിരിച്ചു വന്നപ്പോൾ അവൻ്റെ അച്ഛൻ അവന് 2 കൈ വെച്ച് സ്വീകരിച്ചു. അതുപോലെ തന്നെയാണ് ദൈവവും. നീ എത്രമാത്രം തെറ്റ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ ഇതിനെ ശിക്ഷിച്ച് കാത്തിക്കോളൂ. ശരി അപ്പച്ച. നിനക്ക് ബൈബിൾ ക്യാരക്ടേഴ്സിനെ കുറിച്ച് അറിയാമോ? ഇല്ല അപ്പച്ച. ഞാൻ പറഞ്ഞുതരാം. വിശ്വാസത്തിന്റെ പിതാവ്, നിന്റെ സന്തതികൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരികൾ പോലെയും വർദ്ധിപ്പിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദാനം പരിപൂർണമായി വിശ്വസിച്ച് അതിനായി കാത്തിരുന്നു. യഹൂദവംശത്തിന്റെ പിതാവ് 99 വയസ്സിൽ ദൈവത്തിന്റെ വാഗ്ദാന പ്രകാരം കുഞ്ഞിനെ ജന്മം നൽകിയവൻ പൂർവ്വപിതാവായ ഇസ്ഹാക്കിന്റെ അമ്മ സൊളോമോന്റെ പേരിൽ ഭർത്താവ് ഭരിക്കപ്പെടുന്ന നമ്മൾ മോശ ദൈവത്തിന്റെ ബുദ്ധിയോട് സംസാരിച്ചവൻ തന്റെ ജന്മത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയാൽ ജ്വലിച്ചു. ദൈവത്തിന്റെ ആദ്യ പ്രവാചകൻ ഇസ്രായേലിനെ വാഗ്ദത്തനാടായ കനാൻ ദേശത്തേക്ക് നയിച്ചവൻ. ഫിലിസ്തീൻ സൈന്യത്തിലെ യുദ്ധത്തിൽ ഒരു ചാക്കുയർന്നു തന്റെ യുദ്ധം ചെയ്യാനായി ഇസ്രായേൽ സൈന്യത്തെ മുഴുവൻ ഉപയോഗിച്ചത്. എന്റെ പേര് വലിയ ഞാൻ ഒരു പട്ടിയോ എന്ന് ദാവീദിനെ പരിഹസിച്ചത്. ദാവീദ് യുദ്ധത്തിൽ അജയമായ ദൈവമായ കർത്താവ് എന്നെ രക്ഷിച്ചു എന്ന് ഉറച്ചു വിശ്വസിച്ചു. കേവലം ഭൂമിയുടെ വീട്ടിൽ സന്തോഷത്തിലും സന്താനത്തിലും സംഗീതത്തിലും ആരംഭിച്ചത്. സൊളോമോൻ ദൈവത്തോട് വിരോധവും വിജ്ഞാനവും ചോദിച്ചു വാങ്ങിയ സ്ത്രീയിൽ വിജയിച്ചതിൽ ഏറ്റവും ജ്ഞാനമായ വാഗ്ദാനപ്രകാരം ജെറുസലേം ദേവാലയം നിർമ്മിച്ചത്. സാംസൺ ഫിലിസ്തീന്റെ കരങ്ങളിൽ നിന്നും ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുവാനായി ജനിച്ചത്. ഇസ്രായേലിന്റെ ന്യായാധിപൻ കേവലം ഒരു കൈകൾ താങ്ങിയിട്ട് 1000 പേർക്ക് ചരിത്രത്തിലെ ഏറ്റവും മുഖ്യമായത്. അമ്മ ഭൂമിയുടെ നാടുകളും വസുന്ധരയിൽ വസിക്കും. അമ്മയുടെ ചാർച്ചക്കാർ എന്റെ ചാർച്ചക്കാരൻ, അമ്മയുടെ പേര് എന്റെ പേരുമായിരിക്കും. അമ്മയുടെ ജീവിതത്തിൽ ഞാനും വിളിച്ച് നടക്കപ്പെടുമെന്ന് പറയുന്നു. അമ്മയോടൊപ്പം അങ്ങനെ ജീവിതത്തിൽ ജീവിതമായ സത്യത്തിന്റെയും നീതിയുടെയും മാർഗത്തിൽ ചരിച്ചത്. ദൈവസമയത്തെ പ്രതി യഹൂദ സഹോദരങ്ങളുടെ മൃതദേഹങ്ങൾ രഹസ്യമായി സംസ്കരിച്ചത്. മുഖ്യമന്ത്രിയായ പ്രകാശവും സൂര്യൻ സമൃദ്ധിയായ ആനന്ദം അഹസ്വസ് രാജാവ് പരിഗ്രഹിച്ച ഇസ്രായേൽ പ്രവാചകന്മാരിൽ പ്രമുഖ പ്രതിസന്ധിയിൽ സഹായത്തോടെ സിറിയയിലേക്ക് ഈജിപ്തിലേക്ക് തിരികാൻ ചരിത്ര നേതാവായ വിളിച്ചു വിശ്വസിച്ചത്. നോക്കി ആ മനുഷ്യൻ രാജാവിനെ പറ്റി ചൂണ്ടിക്കാണിച്ച ദൈവത്തിന്റെ ശക്തനായ പ്രവാചകൻ നാടിന്റെ
സ്നാനങ്ങളോട് ജീവിക്കുവാൻ കൽപ്പിച്ചത്. ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങളെ കുറിച്ച് കേട്ട് ഈശോയെ കാണുവാൻ ആഗ്രഹിച്ച് ഈശോയെ രാജകീയ വസ്ത്രമായ ചുവന്ന മേഖലയിൽ നിർമ്മിച്ചത്. പത്രോസ് ഈശോയുടെ ശിഷ്യന്മാരിൽ പ്രധാനി, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന വിശ്വാസ സത്യം ആദ്യമായി പ്രഘോഷിച്ചത്. തന്റെ പള്ളി പണിയുവാൻ ഈശോ ചെയ്ത കരുതപ്പെട്ട ഉറപ്പുള്ള പാണയും അനുവാദികൾക്ക് ഉത്തമമായ മാതൃകയും സമർപ്പിക്കായി ഈശോ വരാൻ നീക്കുന്ന ലക്ഷ്യങ്ങളാണെന്ന് മനസ്സിലാക്കി ആ സത്യം തന്റെ ജനത്തെ അറിയിക്കുവാനായി തീക്ഷ്ണതയോടെ ഓടിയത്. ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ച ആദ്യ വിജയമാണ് സഖ്യവ്യൂസ്. ഈശോയെ കാണാൻ തീക്ഷ്ണമായി ആഗ്രഹിച്ചത്. തന്റെ തെറ്റുകൾക്ക് നാലുകൾക്ക് പരിഹാരം ചെയ്തതോടും തനിക്കും പൂർവ്വത്തിനും രക്ഷ നേടിയെത്തുന്നു. ഈശോയ്ക്ക് ആദ്യമായ ഭാഗ്യം ലഭിച്ചതിന് രക്ഷാപ്രവർത്തനത്തിൽ ഇടപെടിച്ചത്. പൗലോസ് വിജയങ്ങളുടെ പുസ്തകം ഉച്ചതമായ ഈശോയോട് സംസാരിച്ചത്. ജെറുസലേമിലെ വരെ ഓരോ സാമ്രാജ്യത്തിന്റെ സുവിശേഷ ശ്രമശീലിച്ച തീക്ഷ്ണമായി തോൽവിയെ പളവളാക്കി തന്റെ ലേഖനങ്ങളിലൂടെ ചിന്തിക്കുന്നത്. ദൈവത്തിന് സൂചനയായവർ ഇതാ കർത്താവിന്റെ ദാസയുടെ വാക്കുകളിലൂടെ ദൈവത്തിന് സമൂഹ സമർപ്പണം നടത്തിയത്. കർത്താവ് ചെയ്ത ഓരോരുമായി വിശ്വസിച്ചു. സ്വപ്നങ്ങളോട് മാത്രം ലഭിച്ച പ്രദേശങ്ങളിൽ പൂർണ്ണമായി പ്രാർത്ഥിക്കുകയും സുവിശേഷങ്ങളുടെ നിശബ്ദ സാന്നിധ്യം നിരന്തരം നയിക്കുന്നവരുടെ മധ്യസ്ഥം. ഈശോ പിതാവിന്റെ ഹിതം നിറവേറ്റുന്നതിനായി മനുഷ്യനെ അവതരിച്ച ദൈവപുത്രൻ, ഇവന്റെ പ്രിയപുത്രൻ, ഇവനിൽ താൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന പിതാവിന് സാക്ഷ്യം ലഭിച്ചത്. മരണത്തെ പരാജയപ്പെടുത്തി മനുഷ്യരക്ഷയ്ക്കായി ഉയർത്തെഴുന്നേറ്റത്. മോനെ, നീ പറഞ്ഞ എല്ലാം അമ്മച്ചി കേട്ടു. നീ വിഷമിക്കാതിരിക്കും. ഈ ചൂടുവെള്ളം കാലം കുറച്ച് നേരം വെക്കുമ്പോൾ കുറച്ച് വേദന കുറയും. ഈ മരുന്ന് കഴിച്ചു. ഈ ഭൂമിയിൽ ആദ്യമായിട്ട് തെറ്റ് ചെയ്ത മോനാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? നമ്മുടെ യേശുവിന്റെ ശിഷ്യനായ പത്രോസ്ലീഹായ യേശുവിനെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. എന്നിട്ട് യേശു ക്രിസ്തു ക്ഷമിച്ചില്ലേ? അതുപോലെ നീ ഏറ്റു പറഞ്ഞ യേശു അപ്പച്ചൻ ക്ഷമിക്കും കേട്ടോ. നീ വിഷമിക്കാതെ കാരണം മരുന്ന് കഴിക്കും. അമ്മച്ചി കുറച്ച് വെള്ളം എടുത്തോണ്ട് തരാം. Seeing parents' realization. On Sunday morning, Roy takes Rona with him to church. Later, Anna and Rona sit for their exam. Both do well and return home where they share a meal and enjoy a pleasant time together. Unaware of all these, Rohan and Reshma come back home. They enter and seeing what had happened, they start teasing Rona. Hey, what's the celebration here? What happened? ഹലോ, നീ അറിഞ്ഞോ എന്റെ മോൻ പരീക്ഷ നന്നായിട്ട് എഴുതിയാർന്നു. Ronald, he wrote the exam. എന്നെ I would have believed if it was about football or something, but writing exam, Sunday school exam, I can't at all believe. No way. Ronald limps to the prayer room and starts praying to God. Let's go eat. Let's go. Rohan and Reshma overhear his conversation with God and break down. What's happening? Isn't that Ronald? Ronald? All right? Are you okay? I think we failed as parents. Yes. We never knew what he was going through. This sadness. Sorry, Ronald. They rush to Ronald, hug him and apologize. Scene, final message. With both families gathered, Sarah Mark shares a heartfelt message. മക്കളെ, നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ടൊന്ന് വന്നേ. രേഷ്മ, റോണ
രോഹൻ, നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ. അമ്മച്ചിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ലോകം വല്ലാതെ മാറിപ്പോയി. എല്ലാവരും തിരക്കിലാണ്. ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ സമയമില്ല. പറഞ്ഞിട്ടെന്താ, കൊച്ചു കുട്ടികളുടെ പോലും സ്വഭാവം എത്ര മാറിപ്പോയിരിക്കുന്നു. നിങ്ങളിപ്പോഴത്തെ ന്യൂസൊക്കെ കാണാറില്ലേ? എത്ര ആത്മഹത്യകളും കൊലപാതകങ്ങളും എല്ലാ ദിവസവും നടക്കുന്ന. ഇതൊന്നും നമ്മളെ ബാധിക്കില്ലെന്നേ ആണോ? നമ്മുടെ റോണോമോൻ എന്തോ പറ്റിയതാണെന്നാ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അവൻ ഫുട്ബോളെന്നും പറഞ്ഞ് എവിടാ പോകുന്നത് നിങ്ങൾക്കറിയാമോ? കഴിഞ്ഞ 6 മാസമായിട്ട് ഇവൻ മയക്കുമരുന്നിന് അടിമയാണ്. നിങ്ങളിവിടെ തല്ല് കൊണ്ടിട്ട് ഒരു കാര്യമില്ല. ഇത്രയും കാലത്തായിട്ട് നിങ്ങൾ മര്യാദ നോക്കാൻ പറ്റില്ല. It's not my fault. It's your fault. Not my fault. It's your responsibility too. It's your fault. I didn't do anything. നിങ്ങൾ ഇനി വിഷമിച്ചിട്ടോ പരിഭ്രമിച്ചിട്ടോ ഒന്നും കാര്യമൊന്നുമില്ല. ഇതെല്ലാം നമ്മുടെ എല്ലാവരുടെയും അശ്രദ്ധയും അവഗണനയും കാരണമാണ്. മക്കൾക്ക് ഭക്ഷണവും വസ്ത്രവും വിദ്യാഭ്യാസവും മാത്രം നൽകിയാൽ പോരാ, അവരെ ദൈവത്തിന്റെ വഴി നടത്തേണ്ട ചുമതലയും മാതാപിതാക്കൾക്കുണ്ട്. അവരെ സൺഡേ സ്കൂളിലും പള്ളിയിലും ഒക്കെ മുടങ്ങാതെ വിടണം. നമ്മൾ കുട്ടികളെ എന്താ പഠിപ്പിക്കുന്നത്? അനാവശ്യമായ മത്സരബുദ്ധി അവരിൽ ഉണ്ടാക്കുന്നത് നമ്മൾ മാതാപിതാക്കളല്ല. മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്നോ സഹജീവികളെ സ്നേഹിക്കണമെന്നോ മുതിർന്നവരെ ബഹുമാനിക്കണമെന്നോ വല്ലതും നമ്മൾ അവരെ പഠിപ്പിക്കാറുണ്ടോ? എങ്ങനെ ദൈവത്തിന്റെ വഴി നടത്തണമെന്നോ നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടത്. അല്ലാതെ എല്ലാവരെക്കാളും എപ്പോഴും എങ്ങനെ ഒന്നാമനാകാൻ പറ്റുമെന്നല്ല. നാം ഏത് പ്രതിസന്ധിയിൽ നിന്നും അവർക്ക് ഉയർത്തെഴുന്നേൽക്കാനുള്ള ശക്തിയാണ് നാം അവർക്ക് പകർന്നു കൊടുക്കേണ്ടത്. ഏത് താഴ്ചയിൽ നിന്നും അവരെ രക്ഷിക്കാനുള്ള ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ആത്മവിശ്വാസമാണ് നാം അവർക്ക് കൊടുക്കേണ്ടത്. കുട്ടികൾ ഇങ്ങനെ വഴിതെറ്റി പോകുന്നതിൽ നമുക്ക് മാതാപിതാക്കൾക്കും പങ്കില്ല. Moral of the story: faith and family should be our priority. Children need both their parents' time and spiritual guidance in this world. The biblical verse of this story, Proverbs 22 verse 6: train up a child in the way he should go, even when he is old, he will not depart from it. സദൃശവാക്യങ്ങൾ 22:6. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം, അവൻ വൃദ്ധനായാലും അത് വിട്ടു മാറുകയില്ല. And our wonderful family. And the narrators for today, Rachel and myself, Neha. Thank you.